ഉത്സവമാണ് പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. ശബത്ത്, പെസഹ, ആദിഫല പെരുന്നാൾ, വാരോത്സവം, കാഹളധ്വനി പെരുന്നാൾ, മഹാപാപ പരിഹാര ദിനം, കൂടാര പെരുന്നാൾ, ഇങ്ങനെ 7 പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകൾ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാനോ പഠിപ്പിക്കാനോ ഒന്നല്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ സംഭവിക്കേണ്ടത് പെസഹ ദിനത്തിൽ യേശു കർത്താവ് തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ വചനങ്ങളിൽ, അവന്റെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ വെളിപ്പെട്ടു നിന്നതൊക്കെ ഇന്ന് രാത്രിയിൽ അതിന്റെ സകല സാധ്യതകളും ഈ കൂടാരത്തിൽ വെളിപ്പെട്ടു വരണം. ഈ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 12-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ ആരംഭ സമയങ്ങളെ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ ഒരു പെസഹ ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോശ ഇസ്രായേൽ മൂപ്പന്മാരെ ഒക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസഹായെ അറുക്കുവീൻ. 22-ാമത്തെ വാക്യത്തിൽ ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി, കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടികൾ മേലും കട്ടളക്കാൽ മേൽ രണ്ടിന്മേലും തേക്കണം. പിറ്റേനാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തേക്ക് ഇറങ്ങരുത്. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയില്ല. നിങ്ങളുടെ വീടിനെ ദണ്ഡിപ്പിക്കുവാൻ ഞാൻ സംഹാരകനെ സമ്മതിക്കാതെ വണ്ണം നിന്റെ വീടിന്റെ കട്ടളക്കാൽമേലും നിന്റെ വീടിന്റെ കുറുമ്പടിമേലും ആട്ടിൻകുട്ടിയുടെ രക്തം മുദ്രയായിരിക്കും. ശരിക്കും ആ പെസഹ ദിനം, ആ പെസഹ രാത്രി ഒരു പുറപ്പാടിന്റെ രാത്രിയായിരുന്നു. വാഗ്ദത്തം കേട്ട ജനം വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് നടന്നു നീങ്ങിയ, വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ചുവട് വെച്ച ആ പെസഹ രാത്രി ഒരു അത്ഭുതത്തിന്റെ രാത്രിയായെങ്കിൽ ഇന്ന് രാത്രിയിലും ഈ വചനത്തെ ഇവിടെ എടുത്തുയർത്തിക്കൊണ്ട് പറയട്ടെ, ഈ പെസഹ ദിനവും ഈ പെസഹ രാത്രിയും വാഗ്ദത്തമുള്ളവന്റെ ജീവിതത്തിൽ ചില പുറപ്പാടുകൾക്ക് വേണ്ടി ദൈവം അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ. പൈശാചിക മേഖലകൾ നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി ഉയർത്തിപ്പിടിച്ച സകല തിന്മകളും ഇന്ന് രാത്രി രക്തത്തിന്റെ മുൻപിൽ, യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ മുൻപിൽ, ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ മുൻപിൽ ഇന്ന് രാത്രിയിൽ ഉടഞ്ഞു വീഴുന്ന, തകർന്നു മാറുന്ന ഒരു അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ രാത്രിയാകട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ രാത്രിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു. 24, 25, 26 വാക്യങ്ങളിൽ യഹോവയാകുന്ന ദൈവം തന്റെ ജനത്തോട് പറയുന്നു, നിങ്ങൾ ഈ രാത്രിയിൽ വളരെ തിടുക്കത്തോടുകൂടെ അപ്പം തിന്നണം. നിങ്ങൾ ഒരു മനുഷ്യരും ഇരുന്ന് കഴിക്കരുത്. നിങ്ങൾ നിന്ന് കഴിക്കണം. നിങ്ങൾ നിന്ന് കഴിക്കണം. ദൈവം എന്താണ് ആ പെസഹ ദിനത്തിൽ നിങ്ങൾ ഇരിക്കരുത്, ഇരിക്കാതെ നിന്ന് കഴിക്കണമെന്നും തിടുക്കത്തോടെ വടിപിടിക്കണമെന്നും തിടുക്കത്തോടെ പുറപ്പെടണമെന്നും തന്റെ ജനത്തെ അറിയിച്ചത് അതിനൊറ്റ കാരണമേ ഉള്ളൂ. ജനത്തിന്റെ വിടുതൽ ജനം ആഗ്രഹിക്കുന്നതിനേക്കാൾ തിടുക്കം ഈ ജനം വിടിവിക്കപ്പെടണമെന്നും അവരടിമത്തത്തിൽ നിന്ന് പുറത്തു വരണമെന്നും അവരെ വിളിച്ചു